കലം പിന്നെ ഈ മോഡൽ കലം വാങ്ങിയാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഈ അടി ഇങ്ങനെ വെറുതെ വിണ്ട് വരികയാണ്. ഉറിയിലൊക്കെ വെച്ചാലും എന്തായാലും ഇത് വില്ലുകയാണേ. അപ്പം നമ്മൾ ഇങ്ങനത്തെ കലം വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കലം വാങ്ങാതെ നിൽക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ പാണ്ടിക്കലം ഉണ്ട്, നല്ല ഉറപ്പുള്ള കലം, പാണ്ടിക്കലം എന്ന് പറയും. നല്ല കറുത്ത നല്ലോണം ചുട്ടെടുത്ത കലം, അതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഈ ചുമന്ന കളർ ചെയ്യുമ്പോൾ നല്ലോണം വെന്തിട്ടില്ലത്. ഞാൻ മയക്കെടുത്തത് തന്നെ ഉള്ളൂ, അല്ലാതെ ഇത് ഞാൻ പിന്നെ മയക്കെടുത്തതാണ്. എന്താണെന്ന് പറയുക, ചമ്മലിയിലൊക്കെ മയക്കി ചുട്ടെടുത്തതാണ്. ഇതിൻ്റെ പുറത്ത് അങ്ങനെ ചുവപ്പ് കളറായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ഉറപ്പുള്ള കലം തന്നെ, നല്ല പാണ്ടിക്കലം കറുത്ത കലം കിട്ടിയിട്ട് വാങ്ങാൻ. അതാണെങ്കിൽ ഇങ്ങനെ വെള്ളിച്ച വരില്ല. ഇതിപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു കലം ഞാൻ വാങ്ങിയിട്ട് അത് പൊട്ടിപ്പോയി. എന്നിട്ട് ഞാൻ രണ്ടാമത് പിന്നെ ഇത് തന്നെ വാങ്ങി. അപ്പോൾ ഈ കലത്തിൻ്റെ മൂട് കണ്ടില്ലേ, നല്ലോണം വിണ്ടുകണുണ്ടോ, നല്ല വിണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ അതൊരു തുണിയിലാണ് വെക്കുക, തെരികമ്മലാണ് വെക്കുക, അതിൻ്റെ ഇതിലാണ് വെക്കുക. എന്നിട്ടും അപ്പം ഇങ്ങനെയുള്ള കലം വാങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ. എനിക്ക് അബദ്ധം പറ്റിപ്പോയി. നല്ല റേറ്റും ഉണ്ട്, നല്ല റേറ്റും ഉണ്ട്. 500 റുപ്യേൻ്റെ അടുത്തുണ്ട് ഇതിന് വില. ഈ കൊടുമ്പാറത്ത് നിന്ന് വാങ്ങിയതാണ്. അപ്പം ഞാൻ ഈ കലത്തിലാണ് ഇപ്പോൾ ഒന്ന് കറി ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടി കഴുകിയതാണ്. ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഇത് കണ്ടില്ലേ, ഇതും തന്നെ പൂപ്പലാണ്, പൂത്ത് വരും. നമ്മൾ കല ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പൂത്ത് വരും. ഇതിനിവിടെ ഒരു എന്താ പറയുക, ഒരു കൈ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൈ ഇങ്ങോട്ടൊരു പിടി പോകുന്നതാണ്. ഞാൻ ഈ എമിക്കുട്ടന് പിന്നെ റാഗിയൊക്കെ വരകാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്, ഒരു ചട്ടിയിലിട്ടത്. പക്ഷെ ഇത് നല്ല കുഴപ്പമില്ല, അതിന് വെള്ളിച്ചൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ പിടി വേഗം പോന്നു. 2-3 വർഷമായില്ല ഇപ്പോൾ ഇത് വാങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് നമ്മളെ എന്താ പറയുക, അടിപൊളി ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തുണി കൊണ്ട് മാത്രം നമ്മളെ കലം കഴുകുക. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് കഴുകുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കലം എന്ത് ചെയ്യും, വേഗം കമ്പിച്ചണ്ടിയിട്ടൊന്നും ഉരക്കാൻ പാടില്ല. കമ്പിച്ചണ്ടിയിട്ടൊക്കെ ഉരച്ചാൽ വേഗം പൊട്ടി നാശമാകും. അപ്പം ഞാൻ ഇതൊരു തുണിയാണ്, ഇത് കലം കഴുകാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അടുക്കളയിൽ കഴുകാനൊന്ന് വെക്കുന്നുണ്ട്. ഇതിവിടെ പുറത്ത് ഇവിടെ എവിടെയെങ്കിലും വെക്കും. കാരണം അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളിവിടെ വന്ന് കഴുകുമ്പോൾ മൺകലം അല്ല അലുമിനിയം കലം ആണെങ്കിൽ എന്താ ചെയ്യുക, നമുക്ക് കമ്പിച്ചണ്ടി ഇട്ടുകാണ്ട് കുറച്ച് കഴിക്കുക. മൺകലാകുമ്പോൾ നമുക്കത് പറ്റൂല. ഈ മൺകലായ എന്താണെന്നറിയോ, നമുക്ക് അടുപ്പത്ത് ഇങ്ങനെ തീ കത്തിച്ച് വേവിക്കുമ്പോൾ എത്ര കരിയായാലും ആളി കത്തിയാലും ഒരു കുഴപ്പമില്ല. അലുമിനിയം കലമാണെങ്കിൽ അത് ഉരച്ച് നമ്മളെ എന്താ പറയുക, കൈപ്പലിൻ്റെ ചിറ്റൻ അങ്ങോട്ട് തീരും. മൺകലാകുമ്പോൾ ഒന്ന് മെല്ലെ തുണി കൊണ്ട് ഇങ്ങനെ ഇത്തിരി സോപ്പാക്കിങ്ങാണ്ട് അങ്ങോട്ട് മെല്ലെ ഒന്ന് തടവി കൊടുത്താൽ തന്നെ കരിയൊക്കെ പോകും കേട്ടോ. തോടുണ്ടാവുകൊണ്ട് തോട്ടിൽ വെച്ച് കഴുകാനും സുഖമാണ്. അപ്പോൾ ഈ കുറച്ച് ഒരാഴ്ചയായിട്ട് ഞാൻ ഈ വലിയ കലത്തിൽ കുക്ക് ചെയ്യാത്തതുകൊണ്ടേ ഒക്കെ പൂപ്പൽ വന്നേനി. അപ്പോൾ ഏതൊരു സാധനമാണെങ്കിലും ഈ മഴക്കാലല്ലേ, അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കഴിയുമ്പോഴത്തെ പൂപ്പൽ വരും. അപ്പോൾ അത് കഴുകാൻ വേണ്ടി പോയതാണ്. അപ്പം ഈ കലത്തിൽ കറി വെക്കാൻ വെക്കണില്ല കേട്ടോ, മറ്റേ കാലത്തിൽ വെക്കുക അത് കുറച്ച് ഓവറാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി കറിയാണ്, ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ചായക്കടിക്കാണ് പോയി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനിത് സവാളയും ക്യാരറ്റും കിഴങ്ങും ഒക്കെ അതാ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിക്ക് ക്യാപ്സിക്കം കൂടി വേണേന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ കുറുമ വെക്കണ പോലെയാണ്, പക്ഷേ കുറുമയല്ല, ഞാൻ അതിൽ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറുമയിൽ നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കൂല, പക്ഷേ ഇതിൽ ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തുങ്ങാണ്ട് വെക്കണതാണ് കേട്ടോ. കുറുമ എന്ന് പറയുകയാണെങ്കിൽ വെളുത്തും കൊണ്ടാണ് നിൽക്കുക, മഞ്ഞൾപ്പൊടി ഇടൂല, അതിൽ നാളികേരപ്പാലോ ഒക്കെ അരച്ചുങ്ങാണ്ടാണ് വെക്കുക. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറുമ വെക്കണ പോലെ തന്നെയാണ്, പക്ഷേ അതിൽ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് വെക്കണമെന്ന് പറഞ്ഞുതരാം. പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് ഞാൻ അതിൽ സവാള വഴറ്റിയെടുത്തിട്ട് അതിൽ ഞാൻ കിഴങ്ങും ക്യാരറ്റും കറിവേപ്പിൻ്റെയും തക്കാളിയും നല്ല എരിവുള്ളൊരു 3-4 പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടെടുത്തുങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാല എന്താണെന്നറിയോ, കുറച്ച് 2-3 പോണ വെളുത്തുള്ളിയും ചെറിയൊരു ഇഞ്ചി കഷ്ണവും 2-3 പോണ ചെറിയ ഉള്ളിയും പിന്നെ അതിങ്ങോട്ട് ചതക്കുക.
അത് ചതച്ചത് നമ്മൾ ഓവറാകരുത് കേട്ടോ. ഇതാ ഇത്രയും ചതച്ചത് അത് കണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചച്ചവ മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് വാടിയാൽ തന്നെ വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത് അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണിത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് ഇനി ഇതിൽ നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കണ്ടിട്ടില്ല. പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഞാൻ പറഞ്ഞില്ലേ. മല്ലിപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒന്ന് തിളച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ഇതാ നാളികേരം അരച്ചിക്കണ്. അതിൽ പിന്നെ നാളികേരത്തിൽ ഞാൻ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, 3-4 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ ഈ കരിവേപ്പിൻ്റെയും ഈ മല്ലിച്ചപ്പൊക്കെ ഈ കറിക്കുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിക്കനും ഇങ്ങോട്ട് ഈ കുരുമുളകിലും പച്ചമുളകിലും ഇത്രയും മസാലയിലും കടന്ന് നല്ലോണം കിട്ടി വെന്ത് കിട്ടും. ചിക്കനൊക്കെ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അല്ലേ. എന്നിട്ട് നമ്മൾ ഈ 2-3-4 അണ്ടിപ്പരിപ്പും പിന്നെ നാളികേരം അരച്ചതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. അത് പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇടൂല, അല്ലാതെ ഉണ്ടാക്കിയത് കുറുമയാവും. പക്ഷേ ഗ്രീൻ പീസ് ഇല്ല കേട്ടോ ഇതിൽ. എന്നിട്ട് ഇത് നല്ലോണം നന്നായിട്ട് ചൂടായിട്ട് നമുക്കിത് വാങ്ങാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, നല്ല ഫ്രഷ് മല്ലിച്ചപ്പ് അണ്ട് ഇട്ട് കൊടുത്ത് അടച്ചാണ് വെക്കുക. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒന്ന് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് വാട്ടിയത്. അപ്പോൾ ഇത് തൂമിക്കും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കിക്കുന്നത്, പൂരി. അപ്പോൾ പൂരിയൊക്കെ ഞാൻ പരത്തി നല്ല കറക്റ്റായിട്ട് ഒരു വട്ട പാത്രം വെച്ചത് അതുകൊണ്ട് മുറിച്ച് പപ്പടം പോലെ ആക്കി അത് ചുട്ടിക്കണം. അപ്പോൾ ഈ പൂരിക്കും ചപ്പാത്തിക്കും അപ്പത്തേക്കും ഉഴുന്ന ദോശയ്ക്കൊക്കെ പറ്റണ ഒരു കറിയാണ് ഇട്ടത്. അപ്പോൾ അതാ പൂരി ചുടുകയാണ് ഞാൻ. ഇത് പരത്തുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, വീഡിയോ ലെങ്ത് ആകണ്ട. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. പൂരിക്ക് കുഞ്ഞാണിയൊക്കെയാണ് ഇപ്പോൾ ഈ പൂരി ചുടുന്നത് കേട്ടോ. രാവിലെ നല്ല മഴയാണല്ലേ, നല്ല ചിക്കൻ കറിയും നല്ല പൂരിയൊക്കെ കൂട്ടിയിട്ട് നല്ല പാലൊഴിച്ച ചായയും അല്ലേ, നല്ല അടിപൊളി രസമാവും അല്ലേ, ടേസ്റ്റാവും. പക്ഷെ നമുക്ക് വർക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാകണം കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കറിയും പൂരിയാണ്. ഇതിലേക്ക് ആരെങ്കിലും വിരുന്ന് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും വിളിച്ചോലും പറഞ്ഞോലും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ തീ ഇങ്ങനെ അടുപ്പത്ത് ചിക്കൻ കറി വെച്ചപ്പോൾ തീ പാളിയിരുന്നു. അപ്പം അങ്ങനെ തീ പാളണമെന്ന് ആരെങ്കിലുമൊക്കെ ആയിട്ട് വിരുന്ന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ആർക്കാണ് എഗിക്കണമെന്ന് അറിയില്ല. വന്നിക്കണമെങ്കിൽ സന്തോഷത്തോടു കൂടി നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കും കേട്ടോ. പൂരിയൊക്കെ ഒന്നും ഞാൻ ചുടുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉഷാറായി, സൂപ്പറായിട്ട് നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിന്. അപ്പോൾ അത് കുറുകാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ അണ്ടിപ്പരിപ്പ് ചേർത്തത് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഇപ്പോൾ ഇത് കുറുമ എന്ന് പറയാൻ പറ്റില്ല. നല്ല അടിപൊളി കറിയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.